മഹാരാജ് കോളേജിലെ SFI പ്രവർത്തകനായിരുന്ന അഭിമന്യുവിന്റെ കൊലക്കേസിൽ മാർച്ച് 5-ന് പ്രാഥമിക വിചാരണ ആരംഭിക്കും. വിശദാംശങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുണ, ഏറെ കോളിളക്കമുണ്ടാക്കിയ കേസായിരുന്നു അത്. അതിൽ വിചാരണ നടപടികൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? SFI നേതാവും അതോടൊപ്പം തന്നെ മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയുമായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൻ്റെ വിചാരണ മാർച്ച് 5-ാം തീയതി ആരംഭിക്കുന്നതിൻ്റെ പ്രാഥമിക വിചാരണയാണ് മാർച്ച് 5-ാം തീയതി ആരംഭിക്കുന്നത്. ഈ കേസ് ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിച്ചു. ഈ കേസിൻ്റെ വിചാരണ എത്രയും വേഗം തീർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭിമന്യുവിൻ്റെ അമ്മ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ആ ഹർജി തീർപ്പാക്കുന്ന മുറയ്ക്ക് കേസിൻ്റെ വിചാരണ ആരംഭിക്കാമെന്നാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അറിയിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിലവിൽ നടിയെ ആക്രമിച്ച കേസിൻ്റെ വിചാരണ നടക്കുകയാണ്. ആ വിചാരണ നടത്തി വിധി പുറപ്പെടുവിച്ച ശേഷം ഈ കേസ് പരിഗണിക്കാമെന്നുള്ളതാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം 9 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കാമെന്നും ഹൈക്കോടതിയെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിലപാട് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നാണ് ഇനിയൊരു ഉത്തരവ് വരേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വിചാരണ നടപടികൾ തുടങ്ങുക. എന്തായാലും മാർച്ച് 5-ലേക്ക് ഈ കേസ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ശരി അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. SFI പ്രവർത്തന അഭിമന്യുവിൻ്റെ കൊലക്കേസിലെ വിചാരണ നടപടികളിലേക്ക് കടക്കുകയാണ്. മാർച്ച് 5-ന് പ്രാഥമിക വിചാരണ ആരംഭിക്കും. ഇനി നമുക്ക് അതിരപ്പള്ളിയിലെ ദൗത്യവുമായി ആവശ്യമുണ്ടെന്ന് ഹൈക്കോടതി ചോദിച്ചതിൽ ശരി അഭിഭാഷകന്റെ പ്രതികരണം കൂടി കേട്ട ശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൻ്റെ വിചാരണ അവസാനിച്ച ശേഷം വിധി വന്നതിന് ശേഷം 9 മാസത്തെ സമയമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിലെ വിധി വന്നതിന് ശേഷം മാത്രമേ ഹൈക്കോടതിയുടെ വിധി വന്നതിന് ശേഷം മാത്രമേ നടപടി ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ പ്രാഥമിക വാദം കേൾക്കുന്നതിലേക്കായിട്ട് 5-3-ലേക്ക് കേസ് അവധി വായിച്ചിട്ട് അന്നേ ദിവസം പ്രാഥമിക വാദം കേൾക്കും.